പ്രഭാത പ്രാർത്ഥന 2 പത്രോസ് 1 അധ്യായം 3 തിരുവചനം. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 2-ാം നാൾ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സർവേശ്വര, അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. യേശുവിനെ അറിയുക, യേശുവിനെ അനുഭവിക്കുക, യേശുവിനെ സ്വന്തമാക്കുക, യേശുവിനെ പകരുക. ഇതിലേക്ക് വേണ്ടിയാണല്ലോ കർത്താവെ അങ്ങ് ഞങ്ങളെ ഈ ലോകത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യം പൂർണ്ണമായും ഉൾക്കൊള്ളുക, എന്നാൽ യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തിൽ ഞങ്ങൾ പങ്കാളികളായി ലോകത്തിലുണ്ടാകുന്ന ഞങ്ങൾ നേരിടുന്ന എല്ലാ വിനാശത്തിൽ നിന്നും രക്ഷപ്പെട്ട് യേശുവിനെ പൂർണ്ണമായി നേടുക എന്ന് തന്നെയല്ലേ? കർത്താവേ, അങ്ങേ സംരക്ഷണത്തിൻ്റെ തണലിൽ കഴിഞ്ഞ് എൻ്റെ വിശ്വാസം സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിച്ച് എന്നെ ഏൽപ്പിച്ച ദൗത്യം ആനന്ദത്തോടെ പൂർത്തിയാക്കി പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം നൽകണമേ. യേശുവിൻ്റെ ഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ സ്നേഹത്താൽ നിറയ്ക്കണമേ. ആമേൻ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ ആഗ്നസ്, ഈശോയെ പ്രതി അനർത്ഥങ്ങൾ സഹിക്കേണ്ടി വന്നാൽ നീ സൗഭാഗ്യവാനായെന്ന് കരുതിക്കൊള്ളുക. ഈ ലോകത്തിൽ നീ പറുദീസ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു.